ഓർമ്മയ്ക്കായി ഭാഗം 71. എന്നാ പിന്നെ നീ ഹൈദരാബാദിന് വിട്ടോ. ആള് ഹൈദരാബാദുണ്ട്. എവിടെയാണ് എന്നെല്ലാം ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യാം. അത് കേട്ടപ്പോൾ അഗ്നിയുടെ മുഖം ഒന്ന് തിളങ്ങി. ഓ, സന്തോഷം കണ്ടോ? പോകാൻ നോക്ക്. പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ, ആൽഫി പറഞ്ഞു. ഞാൻ നേരെ എയർപോർട്ടിലേക്കാണ്. എനിക്ക് അവളെ കാണണം, അഗ്നി പറഞ്ഞു. ധൈര്യമായിട്ട് പോയിട്ട് വാ. അപ്പോൾ വന്നിട്ട് നമുക്ക് കാണാം. എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം. പിന്നെ അപ്പു നിന്നെ ഓർക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നീ അവളെ കാണാൻ പോകാൻ, ആൽഫി പറഞ്ഞു. അത് കേട്ടതും അഗ്നിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. ഒന്നും മിണ്ടാതെ അവൻ ആൽഫിയുടെ മുഖത്തേക്ക് നോക്കി. ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അഗ്നി കാർ എടുത്തുകൊണ്ട് പോയി. അവൻ പോകുന്നത് നോക്കി ആൽഫി നിന്നു. അവൻ പോയതിനു ശേഷമാണ് ആൽഫി തിരിഞ്ഞ് വീടിനകത്തേക്ക് ചെന്നത്. അവൻ വീടിനടുത്തേക്ക് ചെന്നതും, ഇച്ചായ, ആരായിരുന്നു ആ കാറിൽ? അലൻ ചോദിച്ചതും ആൽഫി അവനെ ഒന്ന് കലിപ്പിച്ചു നോക്കി. ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന് നോക്കി നടക്കുകയാണോ നീ? ആൽഫി ചോദിച്ചു. അയ്യോ അല്ല, ഞാനൊരു ഫോൺ കോൾ വന്നപ്പോൾ സംസാരിച്ച് ഇങ്ങനെ നടന്ന് ഗേറ്റിനടുത്ത് വന്നപ്പോൾ അവിടെ ഒരു കാറ് കിടക്കണ കണ്ടു. അപ്പോൾ ആൽഫിച്ചാന അതിനകത്തായിരിക്കും എന്ന് ഞാനൊന്ന് ഊഹിച്ചു, അലൻ പറഞ്ഞു. നീ ഒരുപാട് ഊഹിക്കാൻ നിൽക്കണ്ട, കയറിപ്പോടാകത്ത്. ഇത്രയും സമയമായി, ഉറങ്ങാറായില്ലേ നിനക്കൊന്നും? ആൽഫി അലനെ നോക്കി ചോദിച്ചു. ഞാൻ മാത്രമല്ല, ദേ അവരും ഉണ്ട് എന്ന് പറഞ്ഞ് അലൻ അകത്തേക്ക് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് വാതിലിന് മറയിൽ നിൽക്കുന്ന ചാൾസിനെയും ആൻസി, ജൂലി, തെരേസ ഇവരെയെല്ലാം അവൻ കാണുന്നത്. ഓഹോ, എല്ലാം കൂടി എൻ്റെ പുറകെ ഇറങ്ങിയിരിക്കുകയാണോ? ആൽഫി ചോദിച്ചു. ഏയ്, ഞങ്ങളല്ല. അത് ഈ അല്ലു പറഞ്ഞു, ഏട്ടൻ വെള്ളടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്, കൂടെ ആരൊക്കെയോ ഉണ്ട് കാറിലിരുന്നാൻ വെള്ളടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ആൻസി പറഞ്ഞതും അലൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഡാ, നീ കണ്ടോടാ ഞാൻ വെള്ളടിക്കുന്നത്? ആൽഫി ചോദിച്ചു. ഞാൻ അങ്ങനെയല്ല, ആയിരിക്കും എന്നാ പറഞ്ഞത്, ആണെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഇതൊക്കെ സ്വാഭാവികമല്ലേ, ഞങ്ങളുടെ ആൽഫിച്ചായനെ ഞങ്ങൾക്കറിയാൻ പാടില്ലേ എന്ന് പറഞ്ഞ് അലൻ അവൻ്റെ അടുത്തേക്ക് വന്നതും ആൽഫി ഉടുത്തിരുന്ന മുണ്ട് ഒന്നുകൂടി മുറുക്കിയെടുത്തു. അത് കണ്ടതും അലൻ ഞാൻ പോയി എന്ന് പറഞ്ഞ് അകത്തേക്ക് ഓടിപ്പോയി. ഞങ്ങളും പോയി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരും കൂടി അകത്തേക്ക് കയറിപ്പോയതും ചാൾസ്, ഒന്ന് നിന്നെ, ആൽഫി വിളിച്ചതും ചാൾസ് അവിടെ നിന്നു. സത്യമായിട്ടും ഞാനല്ല ഇച്ചായ, ഞാൻ ദേ ഇവിടെ ഇരിക്കുകയായിരുന്നു. അവന്മാർ വന്ന് പറഞ്ഞിട്ടും ഞാൻ മൈൻഡ് ചെയ്തില്ല, ചാൾസ് പറഞ്ഞു. ഞാൻ നിന്നെ അതിനാണോ വിളിച്ചത്? ഇങ്ങോട്ട് വാ. എന്തിനാണ് വിളിച്ചത് എന്ന് പോലും നോക്കാതെ വായി തോന്നിയത് പറയാൻ നിൽക്കാണോ നീ എന്ന് പറഞ്ഞ് ആൽഫി അവൻ്റെ തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. അയ്യോ, ഇതിപ്പോൾ ഒന്നും അറിയാതെ ആ ഫോൺ നോക്കി സോഫയിലിരുന്ന ഇച്ചാനാണല്ലോ പെട്ടുപോയത്, ആൻസി പറഞ്ഞു. ഏയ്, ഇച്ചാനല്ലേ, കുഴപ്പമില്ല. ഈ ആൽഫി ചായന് ചാൾസ് ഇച്ചാനോട് ഒരു പ്രത്യേക സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അലൻ പറഞ്ഞു. അതെന്താണെന്നോ? ആൽഫി ചായൻ എന്ത് പറഞ്ഞാലും ചാൾസി ചായൻ ഒന്നും നോക്കില്ല, അത് കണ്ണും പൂട്ടി അനുസരിക്കും. തെറ്റോ ശരിയോ എന്ന് പോലും നോക്കാറില്ല. അതാണ് ആൽഫി ചായന് ചാൾസി ചായനോട് ഒരു പ്രത്യേക ഇഷ്ടം, മനസ്സിലായോ? അല്ലാതെ എന്തെങ്കിലും പണി ഏൽപ്പിച്ചാൽ അയ്യോ ഇച്ചായ, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് നടുവേദനയാണ്, എനിക്ക് കളിക്കാൻ പോകണം, കൂട്ടുകാർ വെയിറ്റ് ചെയ്യാണ് എന്നൊക്കെ തട്ടാമുട്ടി ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിവായി നിന്ന ഇച്ചാനെന്നല്ല ആർക്കും ഒരു മതിപ്പുണ്ടാവില്ല, ജൂലി പറഞ്ഞു. ഓഹോ, എല്ലാം കൂടി ഇപ്പോൾ എൻ്റെ നെഞ്ചത്തേക്കാണ്. ഇച്ചായൻ അവിടെ എന്തെടുക്കാണെന്ന് പറഞ്ഞ് ഉന്തിത്തള്ളി വിട്ടത് നിങ്ങളല്ലേ പിള്ളേരെ? അതെങ്ങനെയാ ഈ പെൺപിള്ളേരുടെ വാക്ക് കേട്ട് ഇറങ്ങിയ എന്നെ വേണം തല്ലാൻ, അലൻ പറഞ്ഞതും ജൂലി ഒറ്റ അടിയായിരുന്നു അവൻ്റെ കൈക്കിട്ട്. നീ എന്തിനടി എന്നെ അടിച്ചത്? ഇച്ചായനല്ലേ പറഞ്ഞത് ഇച്ചായനെ തല്ലാൻ. ഞാൻ തല്ലി? ഞാൻ അനുസരണയുള്ള കുട്ടിയാ, ജൂലി പറഞ്ഞു. ഓ, ഞാൻ പോണു എന്ന് പറഞ്ഞ് അലൻ അവിടെ നിന്നും ചവിട്ടിത്തുള്ളി പോകുന്നത് കണ്ടതും ബാക്കിയുള്ളവർ എല്ലാവരും നിന്ന് ചിരിച്ചു. ആൽഫി ചാൾസിനെയും കൊണ്ട് മുറ്റത്തിട്ടിരിക്കുന്ന പന്തലിൻ്റെ ഉള്ളിലുള്ള കസേരയിലേക്കാണ് പോയത്. അവിടെ 2 കസേരകളിലായിട്ട് ആൽഫിയും ചാൾസും ഇരുന്നു. എന്താ ഇച്ചായ, ഇച്ചാനെന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു, ചാൾസ് പറഞ്ഞു. പറയാനല്ല, ചോദിക്കാനുള്ളത്, ആൽഫി പറഞ്ഞു. ആൽഫി അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്താ ഇച്ചായ? ചാൾസ് ചോദിച്ചു. ഏഞ്ചൽ,
നിനക്കിഷ്ടമാണോ അവളെ? ആൽഫി ചോദിച്ചത് കേട്ടത് ചാൾസ് ഒന്ന് ഞെട്ടി. നീ ഞെട്ടണ്ട, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിനക്കിഷ്ടമാണോ അവളെ? ആൽഫി വീണ്ടും ചോദിച്ചു. ഇഷ്ടമാണ് ചായ, പക്ഷേ അത് അത് ശരിയാവണമെന്ന് തോന്നുന്നില്ല ചായ, ചാൾസ് പറഞ്ഞു. എന്തുകൊണ്ടാണ് ശരിയാവാത്തത്? ആൽഫി ചോദിച്ചു. അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ലേ ചായ. അവളുടെ മനസ്സിൽ ഒരേ ഒരു പ്രണയം ഉണ്ടായിരുന്നുള്ളൂ. അതും അവളുടെ മനസ്സിൽ നിന്ന് വന്ന പ്രണയമല്ല, എല്ലാവരും കൂടി അവളുടെ മനസ്സിലേക്ക് കുത്തി നിറച്ച പ്രണയമായിരുന്നു. ആ പ്രണയം ഇച്ചായനോടായിരുന്നു. പക്ഷേ ഇച്ചായൻ അവളോട് അങ്ങനൊരു ഫീലില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അപ്പോൾ അവളത് ഉൾക്കൊണ്ട് തുടങ്ങി. അവളത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അവൾ ഇനി പെട്ടെന്ന് ഒരാളെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നീ അവളോട് സംസാരിച്ചോ? ആൽഫി ചോദിച്ചു. സംസാരിച്ചു ഇച്ചായ, പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. സങ്കടപ്പെട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കും സങ്കടം തോന്നി. അപ്പോൾ ചെന്നൊന്ന് ആശ്വസിപ്പിച്ചു, അത്ര മാത്രമേ ഉള്ളൂ, ചാൾസ് പറഞ്ഞു. എന്നാ നീ നിൻ്റെ മനസ്സിൽ അവളെ നിൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ, ഈ നരിക്കുന്നൽ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവരാനും നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിലുള്ള ഇഷ്ടം നീ തുറന്ന് പറയണം. അല്ലാതെ പറയാതെ ഇരുന്ന് അത് അവൾ അറിയാതെ പോയാൽ നിനക്കത് ഒരു വിഷമത്തിലേക്ക് കലാശിക്കും. അതുകൊണ്ട് നിൻ്റെ മനസ്സിലുള്ള ഇഷ്ടം മൂടി വയ്ക്കാതെ തുറന്ന് പറയുക തന്നെ ചെയ്യണം, കേട്ടോ? ആൽഫി പറഞ്ഞു. പറയൂ ചായ, പക്ഷെ പെട്ടെന്നില്ല. അവൾക്ക് കുറച്ച് സമയം കൊടുക്കണം. അവളുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് മാഞ്ഞു പോകുന്നത് വരെ അവൾക്ക് ഞാൻ സമയം കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ചായ, ചാൾസ് പറഞ്ഞു. നല്ല തീരുമാനം, പക്ഷേ അധികം വൈകിപ്പിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. നീ ആലോചിച്ച് തീരുമാനമെടുക്ക്. എന്തിനും കൂടെ ഞാനുണ്ടാകും. പിന്നെ അവൾ നിൻ്റെ ഇഷ്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിലേക്ക് ഒരിക്കലും അവൾക്ക് എന്നോട് തോന്നിയ ഒരു ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടായി മാറരുത്. അവൾക്ക് എന്നോട് ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അവളെ മറ്റുള്ളവർ പറഞ്ഞ് തിരിച്ചതാണ്. അതെന്തിനാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. കുറേ നാളായില്ലേ അവളുടെ പുറകെ നടക്കുന്നത്. അപ്പോൾ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാമായിരിക്കും നിനക്ക്, അല്ലേ? ആൽഫി ചോദിച്ചു. അറിയിച്ചായ, അവളുടെ മനസ്സിൽ എന്തായിരുന്നു എന്നും അവളെ ഇതിനുവേണ്ടി പ്രേരിപ്പിച്ചത് ആരൊക്കെയാണെന്നും എല്ലാം എനിക്കറിയാം, ചാൾസ് പറഞ്ഞു. നല്ലത്. അപ്പോൾ നീ നിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്തിനും കൂടെ നിൻ്റെ ഇച്ഛാനുണ്ടാകും എന്ന് പറഞ്ഞ് ആൽഫി അവൻ്റെ തോളിൽ തട്ടിയതും ആ സമയം തന്നെയായിരുന്നു ആൽഫിയുടെ ഫോൺ റിങ് ചെയ്തതും ആൽഫി ഫോണെടുത്ത് നോക്കി. അതിൽ അമ്മുവിൻ്റെ മുഖം തെളിഞ്ഞതും അപ്പോഴാണ് ആൽഫി സമയം നോക്കിയത്. എൻ്റെ കർത്താവേ, ഇത്രയും സമയമായോ? ഇന്ന് എൻ്റെ കാര്യം തീരുമാനമാവും. ഞാൻ പോവാണേ. എന്തായാലും നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം, കേട്ടല്ലോ? എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നീ പറഞ്ഞതുപോലെ അവൾക്ക് കുറച്ച് സമയം കൊടുക്കാം, അല്ലേ? ആൽഫി ചോദിച്ചു. ചാൾസ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടേടാ, രാവിലെ കാണാം എന്ന് പറഞ്ഞ് അവൻ്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ആൽഫി വേഗം വന്ന് വണ്ടിയിൽ കയറി. അവൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് ചാൾസ് നോക്കി നിന്നു. ഇതേ സമയം അഗ്നിയുടെ കാറ് എയർപോർട്ടിലെത്തിയിരുന്നു. അവൻ പ്രൈവറ്റ് ജെറ്റിലാണ് ഹൈദരാബാദിലേക്ക് പോയത്. അല്ലെങ്കിൽ ഫ്ലൈറ്റ് നോക്കി നിന്നാൽ ഇനിയും താമസിക്കും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അവൻ്റെ മനസ്സിൽ മുഴുവൻ ആൽഫി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. സുപർണ താൻ ഇത്രയും നാളും തൻ്റെ പെണ്ണാണ് എന്ന് കരുതി അമ്മുവിൻ്റെ പുറകെ നടന്നത് ഓർത്തപ്പോൾ അഗ്നിക്ക് അവനോട് തന്നെ വല്ലാത്ത ദേഷ്യം തോന്നി. ആൽഫി പറഞ്ഞത് ശരിയല്ലേ? എന്തുകൊണ്ടാണ് തനിക്ക് അത് തൻ്റെ പെണ്ണല്ല എന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോയത് എന്നെല്ലാം ആലോചിച്ചിരിക്കുകയായിരുന്നു അഗ്നി. തന്നെ കാണുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നെല്ലാം ആലോചിച്ച് അഗ്നിക്ക് ടെൻഷനാവാൻ തുടങ്ങി. പിന്നീട് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അവൻ യാത്ര തിരിച്ചത്. മാണിക്യത്താന്മാരുടെ വീട്ടിൽ ജയദേവ് മാണിക്യത്താൻ ആകെ ദേഷ്യത്തിലായിരുന്നു. കാരണം എന്താണെന്ന് ആര് ചോദിച്ചിട്ടും അയാൾ പറയുന്നുണ്ടായിരുന്നില്ല. ഫോൺ കോൾ വരുമ്പോൾ മാത്രം ജയദേവ് സംസാരിക്കും, അല്ലാത്ത സമയം ആരോടും സംസാരിക്കുന്നില്ല. യുവരാജും പാർത്ഥസാരഥിയും നകുലനും അടക്കം എല്ലാവരും അയാളോട് മാറി മാറി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിലും രൂക്ഷമായ ഒരു നോട്ടം മാത്രമായിരുന്നു അയാൾ അവർക്കായി സമ്മാനിച്ചത്. എന്താണ് അച്ഛന് സംഭവിച്ചത് എന്നറിയാതെ മക്കളും മുത്തശ്ശൻ്റെ പെട്ടെന്നുള്ള ഈ പ്രവൃത്തിയിൽ സംശയം തോന്നി യുവരാജും പാർത്ഥസാരഥിയും എല്ലാം നിന്നു. ജയദേവ് മാണിക്യത്താൻ്റെ ഫോൺ റിങ് ചെയ്തതും യുവരാജ് ഫോണിലേക്ക് നോക്കി.
പെട്ടെന്ന് തന്നെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും മാറിപ്പോയി. ഇതാരാണ്? ഈ ഫോൺ കോൾ വരുമ്പോഴെല്ലാം മുത്തശ്ശൻ ഇങ്ങോട്ട് ഈ മാറിപ്പോകുന്നത്? എന്തൊക്കെയോ നമ്മൾ അറിയാത്തത് മുത്തശ്ശൻ ചെയ്യുന്നുണ്ട്. അതൊരിക്കും നല്ലതിനാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, പാർത്ഥസാരഥി പറഞ്ഞു. നിങ്ങൾ എന്തീ പറയുന്നത്? അപർണ സുബ്രഹ്മണ്യത്തിന് അപ്പു എന്ന് പറയുന്ന ഒരു ഫാമിലി ഫ്രണ്ടോ അങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പു എന്ന് തന്നെയാണോ പറയുന്നത്? ഇനി മറ്റെന്തെങ്കിലും പേരുണ്ടോ? ജയദേവ് മാണിക്യത്താൻ ചോദിച്ചു. ഞങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പാണ് അവർ ഇവിടെ നിന്ന് പോയതെന്ന് പറയുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതന്വേഷിക്കാനല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചത്. മറുവശത്ത് നിന്ന് പ്രിൻസിയുടെ ശബ്ദം കേട്ടു. എനിക്കറിയാം, നമ്മുടെ രണ്ടുപേരുടെയും ആവശ്യങ്ങൾ ഒന്നായതുകൊണ്ടല്ലേ നമ്മൾ ഒരുമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം എന്ന് പറഞ്ഞത്, ജയദേവ് മാണിക്യത്താൻ പറഞ്ഞു. പക്ഷേ നമുക്ക് നേരിടേണ്ടത് ആൽഫ്രഡ് സാമുവലിനെയാണ്. അത് മറക്കരുത്, പ്രിൻസി പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേലിനെ മാത്രമേ പേടിച്ചാൽ മതി. പക്ഷേ എനിക്ക് അവനെപ്പോലെ തന്നെ ശക്തിമാനായ മറ്റൊരു എതിരാളി കൂടിയുണ്ട്, അഗ്നിദേവ്. അവനെ കൂടി ഞാൻ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അവനും എൻ്റെ കൊച്ചുമകളുടെ പുറകെ തന്നെയാണ്. എനിക്കെന്തായാലും അവളെ കിട്ടിയേ പറ്റൂ. അഗ്നിക്ക് കിട്ടിയാൽ ഒരിക്കലും എനിക്ക് ഉപകാരമില്ല. അത് കാളിയാർ മഠത്തിന് മാത്രമാണ് ഉപകാരപ്പെടുന്നത്. അതുകൊണ്ടാണ് സഹോദര ബന്ധമാണ് എന്ന് പോലും നോക്കാതെ യുവരാജിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. നരിക്കുന്നേൽ വീടിൻ്റെ നെടുന്തൂണായ ആൽഫ്രഡ്, അവൻ തളരണം. അവൻ വീണാൽ മാത്രമേ ഈ നരിക്കുന്നേൽ കുടുംബത്തിന് സർവനാശം സംഭവിക്കൂ. അവനാണ് ഈ കുടുംബത്തെ ഇത്രയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരുടെ എല്ലാം നെടുന്തൂണ് അവനാണ്. അവൻ വീഴണമെങ്കിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ പെണ്ണ്, അവൾ നഷ്ടപ്പെടണം. എന്നാൽ മാത്രമേ ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ തളരുകയുള്ളൂ. അല്ലാതെ തളർത്താൻ ആർക്കും അവനെ പറ്റില്ല. കാറിൽ കയറി പോകുന്ന ആൽഫിയെ നോക്കിക്കൊണ്ടാണ് പ്രിൻസി അത് പറയുന്നത്. ആൽഫിയും ചാൾസും നിന്ന് സംസാരിക്കുന്നത് മുകളിലെ അവരുടെ റൂമിൻ്റെ വിൻഡോയിൽ നിന്നും അവർ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ജയദേവ് മാണിക്യത്താനെ പ്രിൻസി വിളിക്കുന്നത്. അവന്താ ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് അവൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക്. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തടയാൻ സാധിക്കാത്തത്? നിങ്ങൾക്ക് പറയാൻ പാടില്ലേ മിന്നുകെട്ട് കഴിയാതെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന്? യുവരാജിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പോലും ആൽഫി, അവൻ തൊട്ട പെണ്ണാണ്. അവൻ എല്ലാ അർത്ഥത്തിലും അവളെ സ്വന്തമാക്കിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കൊച്ചുമകന് വേണ്ടി ആലോചിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ അവളും എൻ്റെ കൊച്ചുമകളാണ്. രണ്ടുപേരും എനിക്ക് പ്രിയപ്പെട്ടതാണ്. രണ്ടുപേരെയും എനിക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ണടയ്ക്കുന്നത്. പക്ഷേ ആൽഫി ഇങ്ങനെ പോയാൽ അത് മറ്റു വലിയ പ്രശ്നത്തിലേക്ക് എത്തും, ജയദേവ് മാണിക്യത്താൻ പറഞ്ഞു. മനസ്സിലായി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന്. കൊച്ചുമകന് വേണ്ടി നിങ്ങൾ അവളെ നേടിയെടുക്കുമ്പോൾ അവളുടെ വയറ്റിൽ നരിക്കുന്നേൽ വീടിൻ്റെ സന്തതി ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ് അല്ലേ? പ്രിൻസി ചോദിച്ചു. അതെ, അത് ചെറിയ ഭയമൊന്നുമല്ല, വലിയ ഭയം തന്നെയാണ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, ജയദേവ് മാണിക്യത്താൻ പറഞ്ഞു. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. അതെല്ലാം ഈശ്വരൻ്റെ കയ്യിലാണ്. പിന്നെ ആൽഫിയും അപർണയും ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ലല്ലോ. അവരുടെ കല്യാണം ഇതിനു മുന്നേ കഴിഞ്ഞതാണ്. അന്നു മുതൽ അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതാണ്. അത് നമ്മൾ അറിയുന്നതിനും മുന്നേ തന്നെ. അതുകൊണ്ട് അങ്ങനൊരു സാധ്യത തള്ളിക്കളയാനും പറ്റില്ല. നരിക്കുന്നേൽ വീടിൻ്റെ സ്വത്തും അപ്പോൾ അക്കൂട്ടത്തിൽ കിട്ടും. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഓർക്കാത്തത്? ജയദേവ് മാണിക്യത്താനോട് പ്രിൻസി പറഞ്ഞു. അതും ഒരു വഴിക്ക് നോക്കിയാൽ ശരിയാണ്. അവളുടെ വയറ്റിൽ ആൽഫിയുടെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേരും പറഞ്ഞ് നരിക്കുന്നേലിൻ്റെ കുറച്ച് സ്വത്തുക്കൾ കൂടി മാണിക്യത്താൻ കുടുംബത്തിലേക്ക് വന്നു ചേരും. പക്ഷേ യുവരാജ്, അവനോട് ഞാൻ ചെയ്യുന്നത് തെറ്റാകില്ലേ? ജയദേവ് മാണിക്യത്താൻ ചോദിച്ചു. നിങ്ങൾ തെറ്റും ശരിയും നോക്കിക്കൊണ്ട് നിൽക്കാൻ പോവുകയാണോ? എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് എല്ലാം തെറ്റല്ലേ? യുവരാജും അപർണയും സഹോദരങ്ങളല്ലേ? എന്നിട്ട് പോലും ആ സ്വത്തിനു വേണ്ടി ആ സഹോദരബന്ധം നമ്മൾ മാറ്റിവെച്ച് അവരെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നു. അപ്പോഴാണ് നിങ്ങൾ സഹോദരബന്ധവും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അല്പം ദേഷ്യത്തിലാണ് പ്രിൻസി പറഞ്ഞത്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എങ്ങനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും എനിക്ക്
എനിക്ക് നരിക്കുന്നിൽ കുടുംബത്തിൻ്റെ തകർച്ചയാണ് കാണേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് അയ്യങ്കാർ മന. നരിക്കുന്നിൽ കുടുംബത്തെ പോലെ തന്നെ അയ്യങ്കാർ മനയിലെ ശ്രീവിദ്യ സുബ്രഹ്മണ്യവും പണം കൊണ്ടും പ്രശസ്തി കൊണ്ടും ഒപ്പത്തിനൊപ്പം തന്നെയാണ്. അതുകൊണ്ട് അവർ രണ്ടുപേരും തുല്യ ശക്തികളായി ഒരുമിച്ചാൽ പിന്നെ അവരെ നമുക്ക് ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല. ആ രണ്ട് കുടുംബങ്ങളെയും ഒരുമിപ്പിക്കുന്ന രണ്ടു പേരെയാണ് നമ്മൾ പിരിക്കാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ട എന്ത് സഹായവും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. തിരിച്ച് എനിക്കും നിങ്ങളുടെ സഹായം വേണം. നിങ്ങൾക്ക് വേണ്ടത് അപർണ സുബ്രഹ്മണ്യത്തെയാണെങ്കിൽ എനിക്ക് വേണ്ടത് ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നിലിനാണ്, എൻ്റെ സഹോദരൻ്റെ മകൾക്ക് വേണ്ടി. അവളെ അവന് വിവാഹം കഴിക്കാൻ സമ്മതമാണെങ്കിൽ പിന്നെ എനിക്ക് നരിക്കുന്നിലുകാരോടുള്ള പക അവിടെ ഞാൻ നിർത്തും. കാരണം പിന്നീട് നരിക്കുന്നിൽ ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് അവരോട് ഒരു പകയും വീട്ടേണ്ടതില്ലല്ലോ, പ്രിൻസി പറഞ്ഞു. അതെ, അപർണ സുബ്രഹ്മണ്യം എൻ്റെ വീട്ടിലെ മരുമകളായിട്ട് വരണം. എൻ്റെ കൊച്ചുമകൾ മാത്രമല്ല, മരുമകൾ, മാണിക്യത്താന്മാരുടെ കുടുംബത്തിലെ മരുമകളായിട്ട് അവൾ ഇവിടെ വേണം. എന്നാൽ മാത്രമേ എനിക്കും ആ മനയിലെ സ്വത്തുക്കൾ കിട്ടൂ. എൻ്റെ ഇത്രയും വർഷത്തെ കാത്തിരിപ്പ് സഫലമാകൂ. അതുകൊണ്ട് എന്ത് സഹായത്തിനും ഞാനുണ്ടാകും. എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. കൂടെ എൻ്റെ ആളുകളുണ്ട്. പിന്നെ ഇവിടെയുള്ളവരെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, കേട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജയദേവ് മാണിക്യത്താൻ ഫോൺ കട്ട് ചെയ്തു. ഇതെല്ലാം കേട്ട് പ്രിൻസിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആൽഫ്രഡ്, നിന്നെ എനിക്ക് വേണം. എൻ്റെ ഈ കൈകളിൽ നിന്നെ ഇട്ട് ഞാൻ അമ്മാനമാടും. ഞാൻ പറയുന്നത് കേട്ട് അനുസരിക്കുന്ന ഒരു പാവയെപ്പോലെ ആക്കി ഞാൻ മാറ്റും. അതിന് നീ ഏഞ്ചലിനെ വിവാഹം കഴിക്കണം. ആ വിവാഹം ഞാൻ നടത്തും, എന്ത് വില കൊടുത്തും, പ്രിൻസി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജനലേഴിയിൽ പിടിച്ചുകൊണ്ട് നരിക്കുന്നൽ വീട്ടിലേക്ക് നോക്കി നിന്നു. പ്രിൻസിയുടെ കണ്ണുകളിൽ പക ആളിക്കത്തുകയായിരുന്നു. നരിക്കുന്നിൽ കുടുംബത്തെ ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. ആ സമയം ജയദേവ് മാണിക്യത്താനും പ്രിൻസിയും കൂടി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.